കോട്ടയത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ KPL കൾച്ചറൽ സൊസൈറ്റിയും ആത്മയും ചേർന്നാണ് ഈ പരിപാടി ഇന്നിവിടെ ആഘോഷിക്കുന്നത്. അതോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട MP ജോർജ് അച്ഛൻ്റെ പ്രാർത്ഥനാഗാനത്തോടുകൂടി നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു അസതോ മാ സദ്ഗമയ. വേദിയിലെ ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ചാൻസലർ തെറ്റുപോയ അധ്യക്ഷൻ ആർട്ടിസ്റ്റ് സുജാതനാണ്. പ്രിയപ്പെട്ട നമ്മുടെ VC അടക്കമുള്ള വളരെ ബഹുമാന്യനായ വിശിഷ്ട അതിഥികളിൽ, സുജാതൻ്റെ നേതൃത്വത്തിലാണ് ആത്മ എന്ന ഈ സംഘടന രൂപീകൃതമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെല്ലാം ആ കാര്യങ്ങൾ പറയുമെന്നുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, ആത്മയുടെ പ്രസിഡന്റ് കൂടിയായ, നമ്മുടെ കേരളത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും അഭിമാനവും അഹങ്കാരവും ഒക്കെയായ ബഹുമാന്യനായ കലാരത്ന ആർട്ടിസ്റ്റ് സുജാതനെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റും കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ, വെറും പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോലെ നീണ്ട 50 വർഷക്കാലത്തെ ചരിത്രം ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ അഭിമാനമായ പ്രിയപ്പെട്ട എബ്രഹാം ടിച്ചറിയ അദ്ദേഹമാണ്. പ്രിയപ്പെട്ട എബ്രഹാം ടിച്ചറിയ സാറിനെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ പബ്ലിക് ലൈബ്രറിയും ആത്മയും ഇതുപോലൊരു ചടങ്ങ് ഇവിടെ നടത്തണം എന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ, വിശിഷ്ട അതിഥിയായി ആരെ വിളിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കെല്ലാം മനസ്സിലൂടിയെത്തിയ ആദ്യത്തെ പേരാണ് ഇന്ന് കോട്ടയത്ത് നമുക്ക് കിട്ടുന്ന, കോട്ടയത്തിൻ്റെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ സാറാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. വളരെ സന്തോഷത്തോടുകൂടി ഡോക്ടർ CT അരവിന്ദ് കുമാർ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി K. സുരേഷ് കുറുപ്പ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ കോട്ടയത്തെ പ്രധാനപ്പെട്ട കുട്ടികളെ ഉൾപ്പെടെ നാടകവും സിനിമയും അതിലേക്കൊക്കെ ആകർഷിക്കുന്ന ഒരു കലാരംഗത്തേക്ക് അവരെയെല്ലാം കൈപിടിച്ചുയർത്തുന്ന പ്രിയപ്പെട്ട മാക്ട ചെയർമാനും ആത്മ ഫിലിം സൊസൈറ്റിയുടെ ചെയർമാനും എല്ലാമായി ജോഷി മാത്യുവിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുന്ന പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ KC വിജയകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിജയകുമാറിനെ സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ ആദ്യം തന്നെ സ്വാഗതം പറയുന്ന ഒരാളാണ് നമ്മുടെ MP ജോർജ് അച്ഛൻ. അച്ഛന് നമ്മുടെ പ്രാർത്ഥനാ ഗീതത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് മുഖ്യ ഞങ്ങളുടെ സംഘാടകർ. ആത്മയുടെയും കൾച്ചറൽ സൊസൈറ്റിയുടെയും എല്ലാം പ്രഥമ പരിഗണനയിൽ മുഖ്യ സംഘാടകനുമാണ്. സംഗീത ലോകത്തെ ഒരു കുലപതിയുമായി നമുക്ക് കോട്ടയത്തുകാർക്ക് അഭിമാനമായ പ്രിയപ്പെട്ട MP ജോർജ് അച്ഛനെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക്. നമ്മളിതോടൊപ്പം 3 വിശിഷ്ട വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിലൊന്ന് ലൈല ഉറവയ്ക്കൽ, നാടക രചയിതാവ്. കോട്ടയം സോമൻ്റെയും ശാരദാദേവിയുടെയും മകളായി ജനിച്ച ലൈല 7ാം വയസ്സിൽ PR ചന്ദ്രൻ രചിച്ച അഗ്നിപുഷ്പം എന്ന നാടകത്തിലൂടെ രംഗത്ത് വന്നു. തുടർന്ന് അക്കൽദാമ, സ്വപ്നം തുടങ്ങിയ നാടകങ്ങളിൽ ബാലതാരംഗമായി വേഷമിട്ടു. പിന്നീട് നിരവധി അമർച്ച നാടകങ്ങളിലായി അഭിനയിച്ചു. കണക്ക് ചമ്പകരാമൻ, കാബാലിക, ഈശ്വരൻ അറസ്റ്റിൽ, വൈൻ ഗ്ലാസ്, പ്രേതലോകം, ഡോം എന്നീ നിരവധി നാടകങ്ങളിലായി 12ഓളം വേഷം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അഭിനയിച്ചു. NN പിള്ള സാറിൻ്റെ നാടകങ്ങളിൽ, നിരവധി നാടകങ്ങളിൽ ആദ്യം മുതൽ അഭിനയിച്ച ചരിത്രമുള്ള ഒരു കലാകാരി. ചങ്ങനാശ്ശേരി അണിയറ, കോട്ടയം സമഷ്ടി, കേരള തിയേറ്റേഴ്സ്, ഗീത പാപ്പച്ചൻ തുടങ്ങിയ സമിതികളിൽ, കൊല്ലം ടൂണ, വൈക്കം കലാകളി എന്നീ സമിതികളിൽ അഭിനയിച്ചു. സിനിമയിൽ R. സുകുമാരൻ നായരുടെ ചിത്രങ്ങളിലാണ് ആദ്യമായി അഭിനയിച്ചത്. തുടർന്ന് ജയരാജ് സംവിധാനം ചെയ്ത ഭയാനകം,
ശബ്ദിക്കുന്ന കലപ്പ എന്നീ ചിത്രങ്ങളിലും ജോഷി മാത്യു സംവിധാനം ചെയ്ത നൊമ്പരക്കൂടെ, ബിനോയ് വേളൂർ സംവിധാനം ചെയ്ത ശ്വാസം എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ലൈല ഉറവയ്ക്കലിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പൂഞ്ഞാർ വിജയൻ തൻ്റെ 10ാം വയസ്സിൽ ചെണ്ടയുടെയും ഹാർമോണിയത്തിൻ്റെയും മികവ് തെളിയിച്ച കലാകാരൻ. ഏഞ്ചൽ വോയിസ് എന്ന ഗാനമേള ട്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ ഏതാണ്ട് 12 വർഷക്കാലം മുഖ്യ കീബോർഡ് ആർട്ടിസ്റ്റായിരുന്നു. ഏഞ്ചൽ വോയിസ് പുറത്തിറക്കിയ ഒരു കാസറ്റിലൂടെ സംഗീത രംഗത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് അനശ്വര തിയേറ്റർ, ആലുമൂടൻ സംവിധാനം ചെയ്ത അന്തം വിട്ട കോലം എന്നീ നാടകങ്ങളിൽ സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നു. തുടർന്ന് പൂഞ്ഞാർ നവധാര, വൈക്കം മാളവിക, തൃശ്ശൂർ ബ്രഹ്മപുത്ര, കോട്ടയം സുരഭി തുടങ്ങിയ നാടകങ്ങളിലായി 200ഓളം പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തു. ഫിലിം സ്റ്റാർ എന്ന ദിലീപ് കലാഭവൻ മണി ചിത്രത്തിലും സംഗീത സംവിധാനം ചെയ്ത് KSRTCയിൽ സീനിയർ അസിസ്റ്റൻ്റായി ജോലി ചെയ്തു. ഇപ്പോഴും സജീവമായി സംഗീത രംഗത്തെ തുടർന്നു വരുന്ന പൂഞ്ഞാർ വിജയൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദിവ്യ എസ് എത്തിയിട്ടുണ്ടോ? വരും. കോട്ടയത്തുകാർക്ക് ഒരു അഭിമാനമാണ്. IAS ഇപ്പോൾ കിട്ടിയ നമ്മുടെ ഒരു മിടുക്കി കുട്ടിയാണ് കോട്ടയത്തുകാരുടെ അഭിമാനമായ ദിവ്യ എസ്. കോട്ടയത്ത് കാഞ്ഞിരം സ്വദേശി സുരേന്ദ്രബാബു പ്രസന്ന ദമ്പതികളുടെ മകൾ. സ്കൂൾ വിദ്യാഭ്യാസം ബേക്കർ മെമ്മോറിയൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം MD സെമിനാരി ഹൈസ്കൂളിലും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം RIT പാമ്പാടിയിലും തുടർന്ന് IAS കോച്ചിങ് ഫോർച്യൂൺ അക്കാഡമിയിലും തിരുവനന്തപുരത്തും ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ 166ാം റാങ്ക് നേടി. കോട്ടയത്തിൻ്റെ അഭിമാനം ദിവ്യ എസ് കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആദരവ് പിഴവച്ച് നൽകുന്നതാണ്. ബഹുമാനിയായ ദിവ്യ എസിനെ സന്തോഷവും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമിത്രങ്ങളെ, ഏറെ ആദരണീയ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളന ഉദ്ഘാടകൻ ചെറിയ സാർ, KPLൻ്റെ എല്ലാ പ്രവർത്തകരും, ആത്മീയെന്ന് വളരെ സ്നേഹത്തോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട കോട്ടയക്കാർ, ആത്മയെന്ന സാംസ്കാരിക കൂട്ടായ്മ ഇത്തരം കലാപരിപാടികൾ, നാടകവും സംഗീതവും ഒക്കെയായി ബന്ധപ്പെട്ട വിശേഷ കലാപരിപാടികൾ വർഷം തോറും നടത്തി വരാറുണ്ട്. ഇപ്രാവശ്യം KPL കൾച്ചറൽ സൊസൈറ്റി ആത്മയ്ക്ക് പിൻബലമേകിക്കൊണ്ട് ഒപ്പമുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് KPL കൾച്ചറൽ സൊസൈറ്റിയുണ്ട്. ആത്മ എന്ന് പറയുന്ന ഈ ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മയെ, ഈ ഒരു ചെറിയ സംഘടനയെ ഇങ്ങനെ ഒരു കൈത്താങ്ങ് നൽകി നിലനിർത്താൻ ഒപ്പം കൂടിയതിനുള്ള നന്ദി പ്രത്യേകിച്ച് പറയാൻ ചെറിയ സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീണ്ട പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇനിയും ഇന്നത്തെ ഈ നാടക ദിനത്തിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് പറയാൻ നമ്മുടെ വൈസ് ചാൻസലർ ഉണ്ട്. അദ്ദേഹം അതൊക്കെ പറയുന്നതായിരിക്കും. ഓരോ നാടക ദിനവും ഓരോ നാടക സന്ദേശം നമ്മുടെ നാടക പ്രവർത്തകർക്കും കാണികൾക്കും നൽകുന്ന ഒരു രീതിയുണ്ട്. ഇപ്രാവശ്യവും അത്തരം ഒരു സന്ദേശം ഉണ്ട്. നാടകം എന്ന് പറയുന്ന ഈ സമ്പൂർണ്ണ കല ഒരിക്കലും വിസ്മരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആത്മ എല്ലാ വർഷവും ഈ ലോക നാടക ദിനം ആചരിക്കുന്നത്. കാരണം എന്തെങ്കിലും സാംസ്കാരികമായ പരിവർത്തനങ്ങൾ നടത്താൻ പര്യാപ്തമായ ഒരു കലാരൂപം നാടകം മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്കൊരു പുതിയ അറിവുകൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ദിശാബോധം നൽകാൻ നാടകത്തിനെ കഴിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ ആത്മ എന്ന് പറയുന്ന ഈ ചെറു സ്നേഹ കൂട്ടായ്മയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഉത്തരവാദിത്വം കോട്ടയത്ത് ഇതുവരെ ആരും ഒരു സംഘടനയും നടത്താത്ത ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആത്മ നടത്തുന്നത്. എല്ലാവരും സഹകരിക്കുക. ഇന്നും ഞങ്ങളോടൊപ്പമുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നാടക ദിനത്തിൻ്റെ മാർച്ച് 27 ദിവസം
സുജാതൻ മാഷും വൈസ് ചാൻസലർ സാറും ഉള്ളപ്പോൾ ഒരു മഹനീയ സദസ്സിൽ വെച്ച് ആ ഉദ്ഘാടനം നടത്തുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഉദ്ഘാടനം ചെയ്തതായി ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നു. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ നാടകരംഗത്തെ ഉഗ്ര ഇടയ്ക്ക് ഒരു മുഖ്യ പ്രഭാഷണം ഞാൻ നടത്തുന്നത് ശരിയല്ല. മാത്രമല്ല എനിക്ക് അതിനൊന്നും വലിയൊരു അറിവുമില്ല. പക്ഷേ സാധാരണ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പേര് ഗസ്റ്റ് ഓഫ് ഓണർ, ചീഫ് ഗസ്റ്റ് രണ്ടുപേരുണ്ടെങ്കിൽ കൊടുക്കുന്നതാണ്. ചീഫ് ഗസ്റ്റ്, ഗസ്റ്റ് ഓഫ് ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് പോലുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദീർഘമായൊരു പ്രസംഗമോ അത്തരം കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ മുതിരുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ജോർജ് അച്ഛൻ്റെ സംഗീതം കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അടുത്ത ഒരു ബെല്ലോടുകൂടി നമ്മുടെ നാടകം ഇവിടെ തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇന്നത്തെ നമ്മുടെ ചടങ്ങിൻ്റെ പ്രധാന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. 3 മഹത് വ്യക്തികളെ ആദരിക്കുക. മറ്റൊരു കലക്ടറോടെ നമ്മുടെ കോട്ടയത്തിന് വരുന്നു, ദിവ്യ എസ്. നല്ലൊരു കൈയോടുകൂടി ഉറവയ്ക്കലയിലെ ആദരിക്കുന്നു. ബഹുമാന്യനായ മാക്ട ചെയർമാൻ കൂടിയായ ആത്മയുടെ സ്വന്തം ജോഷി. വിദ്യാധരൻ മാസ്റ്റർ എന്ന അതുല്യനായ സംഗീത സംവിധായകന്റെ എല്ലാ പാട്ടുകളും കൽപ്പാന്തകാലം കാതരി തുടങ്ങുന്ന പാട്ട് മുതൽ ആ പാട്ടൊക്കെ ആദ്യം കേൾക്കുന്നത് വിജയൻ ചേട്ടനാണ്. അതിനുശേഷമാണ് യേശുദാസ് പാടുന്നത് നമ്മൾ കേൾക്കുന്നത്. ആദരവ് വെച്ച് പറഞ്ഞു. സദസ്സിലുള്ള പ്രിയപ്പെട്ടത്, നാടകം കാണാനാണ് എല്ലാവരും ഇരിക്കുന്നത് എനിക്കറിയാം. പ്രത്യേകിച്ച് 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട എന്നൻപിള്ളയുടെ കുടുംബം എന്ന നാടകം ഇവിടെ അരങ്ങേറുന്നു. അതുപോലെ തന്നെ ശ്രീ ജയമാൻ്റെ മൺമാൻ ഷോ, സുജാതൻ്റെ നേതൃത്വത്തിലുള്ള നാടക ഗാനങ്ങൾ, ഇങ്ങനെ 2-3 പരിപാടികൾ നടക്കുക. നാടകത്തെക്കുറിച്ച് ഇതിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ ഒരു പ്രസംഗം നമുക്ക് ആവശ്യമില്ല. കാരണം കുറ്റിച്ചിരിയ സാറും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും ഒക്കെ വളരെ വിശദമായി സംസാരിക്കുകയും, അപ്പോൾ ഇനി നാടക ദിനത്തിൽ ഇതിൽ കൂടിയ ഒരു സന്ദേശം നമുക്ക് ആവശ്യമില്ല. ഇനി വേണ്ടത് കാഴ്ചയുടെ സന്ദേശമാണ്. അതിനുവേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുന്നു. നന്ദി. ലോക നാടക ദിന ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നടന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കലാരത്ന ആർട്ടിസ്റ്റ് സുജാതൻ മാഷ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എബ്രഹാം ടിച്ചറിയ സാറ്, ഇന്നിവിടെ നമ്മുടെ മുഖ്യ അതിഥിയും മുഖ്യ പ്രഭാഷകനും ഒക്കെയായി എത്തിയ നമുക്ക് പ്രിയങ്കരനായ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ സാറ്, അതുപോലെ പബ്ലിക് ലൈബ്രറിയുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BB ജോഷി മാത്യു സാറ്, ഏറെ പ്രിയങ്കരനായ ഫാദർ ഡോക്ടർ NB ജോർജ് അച്ഛൻ, വൈസ് ചാൻസലർ അരവിന്ദകുമാർ സാറിൻ്റെ സഹധർമ്മിണി, പറയുകയാണെങ്കിൽ പേരെടുത്ത് പറയേണ്ട ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഉള്ള സദസ്സ്, എല്ലാവർക്കും നമസ്കാരം. ദീർഘിപ്പിക്കുന്നില്ല. ഈ ഉദ്ഘാടന സമ്മേളനം അതുപോലെ ആദരിക്കൽ ചടങ്ങുകൾ നടന്ന ഈ സമ്മേളനം സമാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഒരു ഇതെന്ന രീതിയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച നമുക്ക് കോട്ടയത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ ആർട്ടിസ്റ്റ് സുജാതൻ മാഷ്, അദ്ദേഹത്തോട് പബ്ലിക് ലൈബ്രറിയുടെയും ആത്മയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ എബ്രഹാം ടിച്ചറിയ സാർ, അദ്ദേഹത്തോട് നാടകത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള എഡിപ്പീസ് അല്ലെങ്കിൽ സോഫോക്ലീസ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ഭാസൻ, കാളിദാസൻ, എല്ലാവരെയും കുറിച്ച് പറയാനുള്ള അതിനുള്ള ഫുള്ളി എക്യുപ്ഡാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയൊക്കെ പറയേണ്ടി വരും. അതുപോലെ നല്ലൊരു പ്രസംഗം നടത്തിയ പബ്ലിക് ലൈബ്രറിയുടെ
ആദരണീയനായ പ്രസിഡന്റ് എബ്രഹാം ചെറിയ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഡോക്ടർ CT അരവിന്ദകുമാർ സാർ ഇതിനു മുമ്പ് ഇവിടെ എത്തിയത് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചപ്പോഴാണ്. MP ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു സംഗീത വിരുന്ന് ഇവിടെ നടന്നപ്പോൾ അന്നും അരവിന്ദകുമാർ സാർ അദ്ദേഹത്തിൻ്റെ മിസ്സിസ് ഇവിടെ എത്തി. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വിളിച്ചപ്പോഴും രണ്ടുപേരും വരുമെന്നുള്ള വിശ്വാസത്തിലാണ് വിളിച്ചത്. രണ്ടുപേരും വന്നു. അദ്ദേഹത്തോടുള്ള ആ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BB ബിനു സാറ് ഇന്ന് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രസിഡന്റിനൊരു സഹായമായിട്ടും കൂടെ നിന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ജോഷി സാറ് അദ്ദേഹം നമ്മളെ സുജാതൻ മാഷിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ അഭിമാനമാണ്. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ ആദരിക്കപ്പെട്ട ബഹുമാന്യരായ ദിവ്യായസിനെ കഴിഞ്ഞ ദിവസം ഇതൊന്ന് ഓർപ്പിക്കാനായിട്ട് എനിക്ക് 2 വാക്ക് സംസാരിക്കാനായിട്ട് ഫോണിൽ ഞാനൊന്ന് സംസാരിച്ചു. അപ്പോൾ ദിവ്യായസ് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 166ാമത്തെ റാങ്ക് നേടി കോട്ടയത്തിൻ്റെ അഭിമാനമായി മാറിയ ആളാണ്, കാൻഡിഡേറ്റാണ്. അപ്പം ഈ ദേശസേവനത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആത്മയുടെയും എല്ലാ ആശംസകളും അതുപോലെ അനുഗ്രഹങ്ങളും ഇവിടെ ആദരിക്കപ്പെട്ട ശ്രീമതി ലൈല ഉറടയ്ക്കൽ, അതുപോലെ തന്നെ ബഹുമാന്യനായ പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ ഊഞ്ഞാർ വിജയൻ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.